നമസ്കാരം. വീണ്ടും KTC ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2024 ജൂലൈ KTC ലോവർ അക്കൗണ്ടസ്റ്റ് ലോവറിൻ്റെ KTC പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളത്. ഈ പേപ്പർ പൊതുവെ ഈസി ആയിട്ടുള്ള ഒരു പേപ്പറായിട്ടാണ് എനിക്ക് തോന്നിയത്. നമ്മൾ നേരിട്ട് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വെൻ വിൽ എ ബിൽ ബിക്കംസ് എ വൗച്ചർ? എപ്പോഴാണ് ഒരു ബില്ല് വൗച്ചറായി മാറുന്നത്? പെയ്ഡ് എന്ന് പറയുന്ന സീൽ കുത്തുമ്പോഴാണ്, അല്ലേ? ഒരു ബില്ലിൽ പെയ്ഡ് എന്ന് പറഞ്ഞ സീൽ അടിച്ചാൽ പിന്നെ അത് വൗച്ചറായി. എന്ന് പറഞ്ഞാൽ പണം കൊടുത്തതിന് ശേഷമായിരിക്കും ആ ബില്ലിൽ പെയ്ഡ് എന്ന് സീൽ വെക്കുക. അത് നിരവധി ചോദ്യങ്ങളിൽ ചോദ്യപേപ്പറിൽ ഉണ്ടായിരുന്നതാണ് കേട്ടോ, ശ്രദ്ധിക്കണേ. ഇനി അടുത്ത ചോദ്യം. A bill presented at the treasury as a claim for the payment shall not contain which one of the following? താഴെ പറയുന്ന ഒരു പണം കൊടുക്കാനുള്ള ഒരു ബില്ല് സമർപ്പിച്ചു ട്രഷറിയിൽ. ആ ബില്ലിൽ താഴെ പറയുന്നവയിൽ ഏത് വേണ്ട, ഏത് വേണം? ഇപ്പം നമുക്ക് നോക്കാം. ക്ലെയിമിൻ്റെ സ്വഭാവം അത് വേണ്ടതാണ്. ക്ലെയിമിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ് പണം ആവശ്യപ്പെടുന്നത് എന്നതിൻ്റെ വിവരണം ബില്ലിലുണ്ടായിരിക്കണം. അപ്പോൾ നമ്മളൊരു ഓഫീസ് സ്റ്റേഷനറി വാങ്ങിയ വകയിലോ യാത്രപ്പടി ഇനത്തിലോ അല്ലെങ്കിൽ ശമ്പളമായോ ആണ് പണം ചോദിക്കുന്നതെങ്കിൽ ആ ബില്ലിൽ വ്യക്തമായിട്ട് എഴുതിയിരിക്കണം. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ക്ലെയിം ചെയ്ത തുകയാണ്. അത് ബില്ലിലൂടെ ബില്ലിലെ തുക അക്കത്തിലോ അക്ഷരത്തിലോ എഴുതിയിരിക്കണം വ്യക്തമായിട്ട്. അപ്പോൾ അതിനിപ്പോൾ ഒരു ഉദാഹരണമാണെങ്കിൽ 5000 രൂപയാണെങ്കിൽ അത് ₹500 ഓൺലി എന്ന് കൃത്യമായിട്ട് എഴുതിയിരിക്കണം. നമ്മളിവിടെ ചോദിച്ചത് ബില്ലിൽ വേണ്ടാത്തത് ഏതാണെന്നാണ് ചോദിച്ചത്. ഇനി മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് ചാർജ് അനുവദിക്കുന്ന ഉത്തരവ്. അതായത് ഈ ഓർഡർ സാങ്ഷനിങ് ദ ചാർജ്, ഈ തുക ചെലവഴിക്കാൻ അധികാരി നൽകിയിട്ടുള്ള ഭരണപരമായ അനുമതിയുടെയോ ഉത്തരവിൻ്റെയോ വിവരങ്ങൾ ബില്ലിലുണ്ടായിരിക്കണം. അതാണ്. ഇതല്ലാതെ വരുന്നത് ഏതാണ്? ദ നെയിം ഓഫ് ക്ലെയിമന്റ്. അതായത് ക്ലെയിമന്റിന്റെ പേര് വേണ്ട, ബില്ലില് നിർബന്ധമല്ല, വേണ്ട ആവശ്യമില്ല. ക്ലെയിമന്റിന്റെ പേര് ബില്ലില് വേണ്ട ആവശ്യമില്ല. അതാണ് ഇവിടുത്തെ ആൻസർ. മൂന്നാമത്തെ ഫോമാണ്, അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. 4 ഫോമാണ്. 5, മണി ഓർഡർ കമ്മീഷനെ താഴെ പറയുന്നവയിൽ ഏതെങ്കിലും ഒരു വിഭാഗമായിട്ട് കണക്കാക്കും. മണി ഓർഡർ കമ്മീഷൻ ഷാൽ ബി ട്രീറ്റഡ് ആസ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കാറ്റഗറി? ഇപ്പം നമുക്കറിയാം 100 രൂപയുടെ മണി ഓർഡർ അയക്കുമ്പോൾ ഇപ്പോൾ 5 രൂപയാന്ന് തോന്നുന്നു കമ്മീഷൻ. 100 രൂപ മണി ഓർഡർ അയക്കുമ്പോൾ. അപ്പോൾ ഒരു ഓഫീസിൽ നിന്ന് മണി ഓർഡറുകളായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും സംഖ്യ അയക്കേണ്ടി വന്നാൽ ആ സംഖ്യയ്ക്ക് കമ്മീഷൻ ഉണ്ടാവുമല്ലോ. ആ കമ്മീഷൻ ഏത് വിഭാഗമായിട്ട് കണക്കാക്കും എന്നാണ് ഇവിടുത്തെ ചോദ്യം. കണ്ടിൻജന്റ് ചാർജ്, എസ്റ്റാബ്ലിഷ്മെന്റ് ചാർജ്, യാത്രാ അലവൻസ്, വിവിധ ചെലവുകൾ, ഇത് ഏതിലാണ് ഈ മണി ഓർഡർ കമ്മീഷൻ പെടുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് മണി ഓർഡർ കമ്മീഷൻ വരുന്നത് കണ്ടിൻജന്റ് ചാർജിലാണ്. ഓക്കെ, അടുത്ത ചോദ്യം. ഗസറ്റഡ് ഓഫീസർമാർക്ക് ഡാഷ് മാസങ്ങളുടെ ഒരു കാലയളവ് വരെ പേ സ്ലിപ്പ് ഇല്ലാതെ അവരുടെ ശമ്പളവും അലവൻസുകളും താൽക്കാലികമായി എടുക്കാൻ അധികാരമുണ്ട്. ഇത് ഞാൻ പല ചോദ്യപേപ്പറിലും വിശദീകരിച്ചാണ്, വീണ്ടും വേണമെങ്കിൽ ഒരിക്കൽ കൂടി ഞാൻ പറയാം. ഗസറ്റഡ് ഓഫീസർമാരുടെ കാര്യമാണ്. അപ്പം ഗസറ്റഡ് ഓഫീസർമാരുടെ ശമ്പളം അവരെന്ത് വാങ്ങണമെങ്കിലും അതിന് അക്കൗണ്ടന്റ് ജനറലിൻ്റെ അംഗീകാരം ആവശ്യമാണ്. അപ്പോൾ ഈ ഗസറ്റഡ് ഓഫീസർമാരുടെ പേയുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും സൂക്ഷിക്കുന്നത് അക്കൗണ്ടന്റ് ജനറലാണ്. അപ്പം നമ്മൾ ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഒരു ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ, ഒരു ഹൈസ്കൂൾ അധ്യാപകൻ കണ്ണൂർ ജില്ലയിൽ നിന്ന് ഇടുക്കി ജില്ലയിലേക്ക് പ്രൊമോഷനായി പോയി, ഹൈസ്കൂൾ ഹെഡ്മാസ്റ്ററായിട്ട് പോയി. അപ്പോൾ ഹൈസ്കൂൾ അധ്യാപകൻ ഗസറ്റഡ് അല്ല, എന്നാൽ ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ ഗസറ്റഡ് ആണ്. ഗവൺമെൻറ് ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ ഗസറ്റഡ് ആണ്. അങ്ങനെ ഇടുക്കിയിൽ പോയി, എവിടെയെങ്കിലും ആട്ടെ, ഇടുക്കിയിൽ പിന്നെ പോയി ജോയിൻ ചെയ്തു. അവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം നോൺ ഗസറ്റഡിൽ നിന്ന് ഗസറ്റഡ് ആവുക ചെയ്ത്. അദ്ദേഹം അപ്പോൾ എന്ത് വേണം? സർവീസ് ബുക്ക്, ഗസറ്റഡ് എൻറ്റൈറ്റിൽമെൻറ്റ് രജിസ്റ്റർ, LPC, അപ്പോയിൻമെൻറ്റ് ഓർഡർ, പിന്നെ അത്തരം കാര്യങ്ങളൊക്കെ കൂടി ഈ ഹെഡ് മാസ്റ്റർ അവിടുത്തെ ജില്ലയിലെ വിദ്യാഭ്യാസ ഉപഡയറക്ടർ മുഖാന്തരം എങ്ങോട്ട് അയച്ചു കൊടുക്കണം? അക്കൗണ്ടന്റ് ജനറലിന് അയച്ചു കൊടുക്കണം.
അപ്പോൾ അക്കൗണ്ടന്റ് ജനറൽ ഇതൊക്കെ പരിശോധിച്ചിട്ട് ഈ ഓഫീസർക്ക്, ഈ ഹെഡ് മാസ്റ്റർക്ക് ആ പ്രൊമോഷൻ ആയപ്പോൾ ലഭിക്കുന്ന പേ ഫിക്സേഷൻ ഉണ്ട്, ആ പേ ഒക്കെ ഫിക്സ് ചെയ്ത് ഒരു പേ സ്ലിപ്പ് കൊടുക്കും. അത് ട്രഷറിക്കും ഒരു കോപ്പി കൊടുക്കും. ആ പേ സ്ലിപ്പിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഈ ഹെഡ് മാസ്റ്റർ ശമ്പളം മാറാവൂ. അതിനകത്ത് പേ എത്രയാന്ന് പറഞ്ഞിട്ടുണ്ടാവും, ഡി എ എത്രയാന്ന് പറഞ്ഞിട്ടുണ്ടാവും, എച്ച് ആർ എ എത്രയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ എന്നാൽ ഇതിന് കാലതാമസം വരും. ഈ എ ജിയുടെ സ്ലിപ്പ് വരാൻ ചിലപ്പോൾ 4-5 മാസങ്ങൾ എടുക്കും. ആ ആ സമയത്ത് ഇദ്ദേഹത്തിന് ജീവിക്കണമല്ലോ, ഭക്ഷണം കഴിക്കണ്ടേ, താമസിക്കണ്ടേ. അപ്പൊ അതിനു വേണ്ടി 3 മാസം വരെ പേ സ്ലിപ്പ് ഇല്ലാതെ ട്രഷറി ഓഫീസർ പൈസ കൊടുക്കും. 3 മാസം വരെ പേ സ്ലിപ്പ് ഇല്ലാതെ. അത് എൽ പി സിയുടെ അടിസ്ഥാനത്തിലാണ്. ഈ ലാസ്റ്റ് പേ സർട്ടിഫിക്കറ്റ് ഉണ്ടാവുമല്ലോ, അവസാനം വർക്ക് ചെയ്ത സ്കൂളിൽ നിന്ന് ലാസ്റ്റ് പേ സർട്ടിഫിക്കറ്റ് ട്രഷറി ഓഫീസർക്ക് അയച്ചു കൊടുത്താൽ അവിടുന്ന് അവർ വിത്തൗട്ട് പേ സ്ലിപ്പ് 3 മാസം വരെ പിന്നെ ശമ്പളം അലവൻസും കൊടുക്കും. പഴയ സ്കെയിലിലുള്ള, പഴയ അതായത് നോൺ ഗസറ്റഡിലായിരുന്ന സമയത്തുള്ള ശമ്പളവും അലവൻസും ആണ് കൊടുക്കുക. മറക്കൂലല്ലോ, കാര്യങ്ങൾ വ്യക്തമായില്ലേ? ഓക്കെ, അടുത്ത ചോദ്യം. ഗസറ്റഡ് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളവും മറ്റ് അലവൻസുകളും മാറ്റുന്നതിന് ഡാഷിന്റെ അംഗീകാരം ആവശ്യമാണ്. കണ്ടോ, ഇപ്പൊ ഞാൻ വിശദീകരിച്ച ചോദ്യം വീണ്ടും വന്നു. ആര് അക്കൗണ്ടന്റ് ജനറലിന്റെ അംഗീകാരം ആവശ്യമാണ് ഗസറ്റഡ് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളവും അലവൻസും കൊടുക്കാൻ. ആ അംഗീകാരമാണ് ഇവിടെ ഞാനിപ്പോൾ പറഞ്ഞ വാക്ക്. ഏത്? പേ സ്ലിപ്പ്. പേ സ്ലിപ്പ് ഒരു അക്കൗണ്ടന്റ് ജനറൽ ഒരു ഗസറ്റഡ് ഓഫീസർക്ക് ശമ്പളം കൊടുക്കാൻ അംഗീകാരം കൊടുക്കുന്നതാണ് ഈ പേ സ്ലിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അക്കൗണ്ടന്റ് ജനറലാണ് അംഗീകരിക്കേണ്ടത്. അടുത്ത ചോദ്യം ഫോമാണ്. നെക്സ്റ്റ്, സബ് ട്രഷറിയുടെ അക്കൗണ്ടുകൾ ജില്ലാ ട്രഷറിയിലേക്ക് അയക്കേണ്ടതാണ്. ഇത് മനസ്സിലാക്കണേ. സബ് ട്രഷറിയുടെ അക്കൗണ്ടുകൾ ജില്ലാ ട്രഷറിയിലേക്ക് അയക്കേണ്ടത്, ക്ലോസിംഗ് ബാലൻസ് അയക്കേണ്ടത് എപ്പോഴാ? ആ മാസത്തിന്റെ അവസാനത്തെ ദിവസമാണ്. എന്നാൽ സബ് ട്രഷറിയുടെ അക്കൗണ്ടുകൾ ജില്ലാ ട്രഷറിയിലേക്ക് അയക്കേണ്ടത് അടുത്ത മാസത്തെ 2-ാം ദിവസമാണ്. വിട്ടുപോലെ മാറിപ്പോവുകയും ചെയ്യരുത്. സബ് ട്രഷറിയുടെ അക്കൗണ്ടുകൾ ജില്ലാ ട്രഷറിയിലേക്ക് അയക്കേണ്ടത് തൊട്ടടുത്ത മാസത്തെ 2-ാം പ്രവൃത്തി ദിവസമാണ്. അടുത്ത ചോദ്യം. പോലീസുകാരുടെയും പോലീസ് സബ് ഇൻസ്പെക്ടർമാരുടെയും ശമ്പളവും അലവൻസുകളുമായി ബന്ധപ്പെട്ട പോലീസ് അപ്പോൾ ദ പേ ആൻഡ് അലവൻസസ് ഓഫ് പോലീസ്മെൻ ആൻഡ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദി ഡാഷ് ഓഫ് ദി കൺസേൺഡ് സൂപ്രണ്ട് ഓഫ് പോലീസ്. അതായത് പോലീസ് ഉദ്യോഗസ്ഥരുടെയും സബ് ഇൻസ്പെക്ടർമാരുടെയും ശമ്പളവും അലവൻസുകളും ആരുടെ സൂപ്രണ്ട് ഓഫ് പോലീസിന്റെ ഏതിൽ വരുമെന്നാ ചോദിച്ചാൽ, കണ്ടിൻജന്റ് ബില്ല് വരുമോ, എസ്റ്റാബ്ലിഷ്മെന്റ് പേ ബില്ല് വരുമോ, ട്രാവലിംഗ് അലവൻസ് ബില്ല് വരുമോ? ഇതൊന്നുമല്ല. ശമ്പളവും അലവൻസുകളും എപ്പോഴും വരുന്നത് എന്തിലാ? എസ്റ്റാബ്ലിഷ്മെന്റ് പേ ബില്ലില്ല. ആരുടെ ആയാലും അത് നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം. ശമ്പളവും അലവൻസുകളും വരുന്ന ബില്ലെന്ന് പറയുന്നത് അതിന് എസ്റ്റാബ്ലിഷ്മെന്റ് പേ ബില്ലെന്നാ പറയാം. അപ്പൊ ഇവിടെ പോലീസുകാരുടെയും സബ് ഇൻസ്പെക്ടർമാരുടെയും ശമ്പളവും അലവൻസും ആരുടെ? എസ് പിയുടെ, പോലീസ് സൂപ്രണ്ടിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് പേ ബില്ലിലാണ് വരിക. 13 ഫോമാണ്. 14 അടുത്ത ചോദ്യം. പെൻഷൻകാരൻ ആദ്യമായി പെൻഷൻ എടുക്കുന്നതിന് മുമ്പ് താഴെ പറയുന്നവയിൽ എന്താണ് നിർബന്ധിതമാകുന്നത്? നോക്കണേ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് കമ്പൽസറി ഫോർ എ പെൻഷനർ ബിഫോർ ഹി ക്യാൻ ഡ്രോ ഹിസ് പെൻഷൻ ഫോർ ദ ഫസ്റ്റ് ടൈം? ആദ്യം പെൻഷൻ വാങ്ങണമെങ്കിൽ എന്ത് വേണം? ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏതൊരു ഓഫീസറും പെൻഷൻ വാങ്ങണമെങ്കിൽ നമുക്കറിയാം എന്തൊക്കെ വേണം. അത് ആദ്യം ഇരുന്ന് പറയാം. ഏതൊരു ഓഫീസറും പെൻഷൻ വാങ്ങണമെങ്കിൽ അക്കൗണ്ടന്റ് ജനറലിന്റെ അംഗീകാരം വേണം. അതിന് പെൻഷൻ പേയ്മെന്റ് ഓർഡർ എന്ന് പറയും. അക്കൗണ്ടന്റ് ജനറൽ PPO തരും. പെൻഷൻ പേയ്മെന്റ് ഓർഡറിന്റെ ഒരു കോപ്പി നമുക്കും തരും, ഒരു കോപ്പി ട്രഷറിക്കും കൊടുക്കും, ട്രഷറി ഓഫീസർക്കും കൊടുക്കും. അതിൽ എന്തൊക്കെ ഉണ്ടാവും? പെൻഷൻ ഉണ്ടാവും, വേറൊരു ഓർഡറിന്റെ കോപ്പിയിൽ കമ്മ്യൂട്ടേഷൻ ഉണ്ടാവും, വേറൊരു കോപ്പിയിൽ DCRG ഉണ്ടാവും. ഇത്രയും കാര്യങ്ങൾ അക്കൗണ്ടന്റ് ജനറൽ നമുക്കൊരു കോപ്പി തരും. പെൻഷൻ ആരാണോ പെൻഷൻ ആവുന്നത് അവർക്കൊരു കോപ്പി തരും. ഒപ്പം ട്രഷറി ഓഫീസർക്കും ഒരു കോപ്പി കൊടുക്കും. ഇത് ട്രഷറി ഓഫീസർ എടുത്ത് ഈ PPM ഈ അക്കൗണ്ടന്റ് ജനറലിന്റെ ഓതറൈസേഷൻ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വേണ്ടത്
ലാസ്റ്റ് പേ സർട്ടിഫിക്കറ്റാ. ആ ഉദ്യോഗസ്ഥന്റെ ആരാണോ പെൻഷനർ അയാളുടെ ലാസ്റ്റ് പേ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. അത് കിട്ടിയാൽ മാത്രമേ ആദ്യത്തെ പെൻഷൻ കൊടുക്കുള്ളൂ. ഓർമ്മിച്ച് വെക്കണേ, ഒരു പെൻഷനറിന് ആദ്യത്തെ പെൻഷൻ കിട്ടണമെങ്കിൽ LPC നിർബന്ധമാണ്. അതായത് അയാൾ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിലെ അവസാന മാസത്തെ ശമ്പള സർട്ടിഫിക്കറ്റ്. അവസാന മാസത്തെ ശമ്പള സർട്ടിഫിക്കറ്റ്, അതിനാണ് ലാസ്റ്റ് പേ സർട്ടിഫിക്കറ്റ് എന്ന് പറയും. നമ്മൾ ചുരുക്കിയിട്ട് LPC എന്ന് പറയും. പിന്നെയുള്ള ഒന്നും വേണ്ട, റിലീവിംഗ് ഓർഡർ ഒന്നും വേണ്ട, ഓർഡർ ഫ്രം ദ ട്രഷറി ഡയറക്ടർ വേണ്ട, നൺ ഓഫ് ദീസ്. ഓക്കെ, ക്ലിയർ അല്ലേ? മറക്കല്ലേ, മറക്കരുത്. 15 ഫോമാണ്, 16 ഫോമാണ്. വീണ്ടും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 17. സ്വകാര്യ കക്ഷികളുടെ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പോലീസ് ഗാർഡുകളുടെ ചെലവ് എപ്പോഴാണ്? The cost of police guards whose services are placed in the disposal of private parties is recoverable in which of the following forms? നിങ്ങൾ കേൾക്കണേ, ഇത് ഞാൻ മുൻപ് വിശദീകരിച്ചിട്ടുള്ളതാണ്. അതായത് പോലീസിന്റെ ഗാർഡ് ഡ്യൂട്ടി പ്രൈവറ്റ് പാർട്ടിക്കും കൊടുക്കാവുന്നതാണ്. പോലീസ് ഗാർഡ് ഡ്യൂട്ടി പ്രൈവറ്റ് പാർട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. എന്ത് വേണം? ആ ഗാർഡ് ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി പ്രൈവറ്റ് പാർട്ടികൾ അപേക്ഷിച്ചു കഴിഞ്ഞ് അതിനുള്ള ചെലവ് പണം അവര് ഈ പ്രൈവറ്റ് പാർട്ടി അടയ്ക്കണം. എപ്പോഴടയ്ക്കണമെന്ന് ഇതിൻ്റെ അകത്ത് ചോദിച്ചിരിക്കുന്ന ചോദ്യം. ഇപ്പം നമുക്ക് ജൂലൈ മാസത്തേക്കാണ് ഒരു പോലീസ് ഗാർഡ് ഡ്യൂട്ടി ആവശ്യമുള്ളതെങ്കിൽ എന്ത് വേണം? പ്രതിമാസം ആ മാസം തുടങ്ങുന്നതിന് മുന്നേ അടച്ചിരിക്കണം. ജൂലൈയിലേക്ക് വേണ്ടത് ജൂലൈക്ക് മുന്നേ എന്നാണോ വേണ്ടത്, ഒരു മാസം മുൻകൂട്ടി അടച്ചിരിക്കണം എന്നാണ് പറയുന്നത്. ഗാർഡ് ഡ്യൂട്ടിയുടെ ചെലവ് പണം അടയ്ക്കേണ്ടത് ഒരു മാസം മുൻകൂട്ടിയാണ്. അല്ലെങ്കിൽ ഗാർഡ് ഡ്യൂട്ടി കഴിഞ്ഞ് ഒരു മാസം ജൂലൈ മാസം ഗാർഡ് ഡ്യൂട്ടി എടുത്തു, ജൂലൈ 31 ആകുമ്പോൾ ആ ഡ്യൂട്ടിയുടെ പൈസ കിട്ടിയാൽ പോരാ. അത് ജൂലൈ എന്നാണോ ഗാർഡ് ഡ്യൂട്ടി തുടങ്ങുന്നത് അതിന് മുന്നേ വരാനിരിക്കുന്ന ഒരു മാസത്തത് മുൻകൂട്ടി അടയ്ക്കണം. ഓക്കെ, അടുത്ത ചോദ്യം. പതിനെട്ടാമത്തെ ചോദ്യം. A statement of lapsed deposit should be sent by the treasury officer on 8, 16, 24 and the last day of each month too. അതായത് ഓരോ മാസവും 8, 16, 24 പിന്നെ അവസാന തീയതിയിൽ ട്രഷറി ഓഫീസർ ഒരു ലാപ്സ്ഡ് ഡിപ്പോസിറ്റിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആർക്ക് അയച്ചു കൊടുക്കണമെന്നാണ് ചോദ്യം. ആർക്ക് അയച്ചു കൊടുക്കണമെന്ന് വെച്ചാൽ അക്കൗണ്ടന്റ് ജനറലിലാണ് അയച്ചു കൊടുക്കേണ്ടത്. ഇതൊരു വിശദീകരണം ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് എന്താണ് ലാപ്സ്ഡ് ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ അതിന് വേണമെങ്കിൽ മലയാളത്തിൽ കാലഹരണപ്പെട്ട നിക്ഷേപം എന്നൊക്കെ പറയാം. അതായത് സർക്കാർ ട്രഷറികളിൽ വിവിധ ആവശ്യങ്ങൾക്കായിട്ട്, അതായത് കോടതി നിക്ഷേപമോ പിന്നെ റവന്യൂ റിക്കവറിയോ റവന്യൂ ഡിപ്പോസിറ്റോ ഒക്കെ ആയിട്ട് സൂക്ഷിച്ചിരിക്കുന്ന തുകകളിൽ അത് ഡിപ്പോസിറ്റ് മാത്രമാണ്. അത് ആവശ്യപ്പെടുമ്പോൾ തിരിച്ചു കൊടുക്കേണ്ട പണമാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള തുകയിൽ നിശ്ചിത കാലയളവിനുള്ളിൽ അവകാശികൾ ആരും പിൻവലിക്കാത്തവ സർക്കാരിലേക്ക് വരവ് വെക്കാൻ വേണ്ടി മാറ്റിവെക്കും. ഇത്തരത്തിലേക്കുള്ള നിക്ഷേപങ്ങളെയാണ് ഈ കാലഹരണപ്പെട്ട അല്ലെ ലാപ്സ്ഡ് ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ലാപ്സ്ഡ് ആയിട്ടുള്ള ഡിപ്പോസിറ്റുകളുടെ വിവരങ്ങൾ അടങ്ങിയ സ്റ്റേറ്റ്മെന്റ് കൃത്യമായ ഇടവേളകളിൽ ബന്ധപ്പെട്ട അധികാരികൾക്ക് അയക്കേണ്ടതുണ്ട്. അതുപ്രകാരം ഓരോ മാസവും 8-ാം തീയതി, 16-ാം തീയതി, 24-ാം തീയതി പിന്നെ ലാസ്റ്റ് ഡേയിലും ആ മാസത്തെ ട്രഷറി ഓഫീസർ ഈ സ്റ്റേറ്റ്മെന്റ് ആർക്ക് അയച്ചു കൊടുക്കണം? അക്കൗണ്ടന്റ് ജനറലിന് അയച്ചു കൊടുക്കണം. അടുത്ത ചോദ്യം, അത് വേണമെങ്കിൽ ഇനിയും എക്സാമ്പിൾസ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ പറയാം. ഒരു സിവിൽ കോടതിയുടെ അക്കൗണ്ടിൽ ട്രഷറിയിൽ കിടക്കുന്ന തുകയിൽ ചിലത് വർഷങ്ങളായിട്ട് സിവിൽ കോർട്ട് ഡിപ്പോസിറ്റ് ആണ് കേട്ടോ. അത് വർഷങ്ങളായിട്ട് ആരും ക്ലെയിം ചെയ്യാതെ കിടക്കുന്നുണ്ട് കുറച്ച് തുക. ഈ തുക സംബന്ധിച്ച വിവരങ്ങൾ കൃത്യസമയത്ത്, അതായത് ഓരോ മാസത്തിലെ 8, 16, 24 ലാസ്റ്റ് തീയതിയിലും ട്രഷറി ഓഫീസർ പരിശോധിക്കുകയും അതിൻ്റെ സ്റ്റേറ്റ്മെന്റ് കണക്കുകൾ
ഒത്തുനോക്കാൻ വേണ്ടി അക്കൗണ്ടന്റ് ജനറലിന് അയച്ചു കൊടുക്കുകയും ചെയ്യും. ഓക്കെ, ചോദ്യം അടുത്തത് ഫോമാണ്. TR-51A അതുള്ളത്, അത് വേണ്ട, ഞാൻ പറയുന്നില്ല. അടുത്ത ചോദ്യം 20ാമത്തെ ചോദ്യമാണ് ഇനി വരുന്നത്. Which one of the following is granted to a certain government servant to enable them to meet contingent charges relating to their offices before drawing bills for the amounts? അതായത് ഒരു ബില്ലുകൾ എടുക്കുന്നതിന് മുമ്പ് ഒരു നിശ്ചിത സർക്കാർ ജീവനക്കാരന് അവരുടെ ഓഫീസുമായി ബന്ധപ്പെട്ട കണ്ടിൻജന്റ് ചാർജുകൾ നേരിടാൻ വേണ്ടി താഴെ പറയുന്നവ ഏതാണ് അനുവദിച്ചിരിക്കുന്നത്? അത് കണ്ടിൻജന്റ് ചാർജുകൾ നേരിടാൻ വേണ്ടി അനുവദിച്ചിരിക്കുന്നതാണ് നമ്മൾ പെർമനന്റ് അഡ്വാൻസ് എന്ന് പറയുന്നത്. അതിന് മലയാളത്തിൽ നമ്മൾ സ്ഥിരമായ അഡ്വാൻസ് എന്ന് പറയും. അപ്പോൾ അത് നമ്മൾ ഒരു വിശദീകരണം പറഞ്ഞാൽ എങ്ങനെ പറയാം? സർക്കാർ ഓഫീസുകളിലെ ദൈനംദിന ചെലവുകൾ, അതായത് കണ്ടിൻജന്റ് എക്സ്പെൻസ്, കണ്ടിൻജന്റ് ചാർജ്, ചെറിയ തുകയ്ക്കുള്ള യാത്രക്കൂലി, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങൽ, ചെറിയ സാധനങ്ങൾ വാങ്ങുന്ന എന്നിവയ്ക്കായിട്ട് അതിൻ്റെ ബില്ലുകൾ മാറിക്കിട്ടുന്നതിന് മുമ്പ് പണം കണ്ടെത്താൻ വേണ്ടിയിട്ട് ചില ഉദ്യോഗസ്ഥർക്ക് മുൻകൂറായിട്ട് അനുവദിക്കുന്ന തുകയാണ് പെർമനന്റ് അഡ്വാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഒരു ഗവൺമെൻറ് ഓഫീസിലെ ഹെഡ് ഓഫ് ദി ഓഫീസ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു നിശ്ചിത തുക, ഒരു 5000 രൂപ ഉദാഹരണത്തിന്, പെർമനന്റ് അഡ്വാൻസ് ആയിട്ട് അനുവദിച്ചു. അപ്പോൾ ഇത് ഓഫീസിലേക്ക് പെട്ടെന്ന് ഒരു കൊറിയർ അയക്കണം, അല്ലെങ്കിൽ ഒരു ചെറിയ തുകയ്ക്ക് സ്റ്റേഷനറി സാധനം മേടിക്കണം. അതിൻ്റെ ബില്ല് പാസ്സായി വരുന്നത് വരെ കാത്തു നിൽക്കാതെ ഈ പെർമനന്റ് അഡ്വാൻസ് തുകയിൽ നിന്ന് നമുക്ക് കൊറിയർ അയക്കാം, സാധനങ്ങൾ ചെറുതായിട്ടുള്ളത് മേടിക്കാം. അപ്പോൾ അവിടെ ആ ഓഫീസ് നന്നായിട്ട് ഫങ്ഷൻ ചെയ്യും. അതിനു വേണ്ടിയിട്ടാണ് ഈ പെർമനന്റ് അഡ്വാൻസ് നടത്തുന്നത്, നമുക്ക് തരുന്നത്. എന്നാൽ ഈ പണമൊക്കെ വിനിയോഗിച്ച് ബില്ലുകളൊക്കെ സംഘടിപ്പിച്ച് നമ്മൾ അവസാനം എല്ലാം ഒരു ബില്ലായിട്ട് സമർപ്പിച്ചതിന് ശേഷം പണം കിട്ടിയാൽ ഇതിലെ പല കാര്യങ്ങളും നടക്കുകയില്ല. അല്ലെങ്കിൽ അവിടുത്തെ ഹെഡ് ഓഫ് ഓഫീസ് കയ്യിൽ നിന്ന് എടുക്കണം. അപ്പോൾ ഹെഡ് ഓഫ് ഓഫീസ് കയ്യിൽ നിന്ന് എടുക്കാൻ തയ്യാറായില്ലെങ്കിലോ ഈ കാര്യങ്ങളൊക്കെ മുടക്കി കിടക്കും. അവിടെ ഒരു തപാൽ അയച്ചില്ല, അപ്പോൾ അതിൻ്റെ പാർട്ടി വന്നു, എന്താ സാർ അയക്കാതെ? അത് സ്റ്റാമ്പില്ല, അല്ലെങ്കിൽ കൊറിയർ അയക്കാൻ പൈസ ഇല്ല, ഇങ്ങനെയൊക്കെ പറയേണ്ടതായിട്ട് വരും. അപ്പോൾ അത്തരത്തിൽ ചെറിയ കാര്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് പെർമനന്റ് അഡ്വാൻസ് എന്ന് പറയുന്നത്. പിന്നെ അതിനുശേഷം എങ്ങനെയാ ഈ പെർമനന്റ് അഡ്വാൻസ്? നമ്മൾ ഈ ഓരോ തുകയ്ക്ക് ചെലവഴിച്ച തുകയ്ക്കുള്ള ബില്ലുകളൊക്കെ ഹാജരാക്കി ആ തുക വീണ്ടും മേടിക്കാം. അപ്പോൾ ആ തുക പെർമനന്റ് അഡ്വാൻസ് പോലെ വീണ്ടും ഉപയോഗിക്കാം. അപ്പോൾ ഒരിക്കൽ പെർമനന്റ് അഡ്വാൻസ് കിട്ടിയാൽ അതുപയോഗിച്ച് നമ്മൾ ബില്ലുകൾ എടുത്ത് ആ ബിൽ തുക വീണ്ടും സബ്മിറ്റ് ചെയ്ത് വീണ്ടും പെർമനന്റ് അഡ്വാൻസ് മേടിച്ച് അങ്ങനെ കാര്യങ്ങൾ പഴയതുപോലെ ആ അഡ്വാൻസ് പഴയതുപോലെ നമ്മൾ നിലനിർത്തുക ചെയ്യാം. ഓക്കെ, അടുത്ത ചോദ്യം. ഒരു സർക്കാർ പ്രൈമറി സ്കൂളിന്റെ വാടക ബില്ലുകൾ എടുക്കാനുള്ള അധികാരം ആർക്കാണ്? ഹൂ ഈസ് ദ അതോറിറ്റി ടു ഡ്രോ റെന്റ് ബിൽസ് ഓഫ് എ ഗവൺമെന്റ് പ്രൈമറി സ്കൂൾ? ഒരു പ്രൈമറി സ്കൂള് സ്വകാര്യ വ്യക്തിയുടെ വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നതെന്ന് വിചാരിക്കാം. അങ്ങനെയെങ്കിൽ ഇയാൾക്ക് വാടക കൊടുക്കണം, മാസത്തിൽ വാടക കൊടുക്കണം. അങ്ങനെ ആ വാടക കൊടുക്കാനുള്ള വാടകയ്ക്കുള്ള ബില്ലുകൾ പിൻവലിക്കാനുള്ള, ബില്ല് എഴുതി സമർപ്പിച്ച ട്രഷറിയിൽ സമർപ്പിച്ചതിൻ്റെ അതിൻ്റെ പണം പിൻവലിക്കാനുള്ള അധികാരം ആർക്കാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ബന്ധപ്പെട്ട ആ സ്ഥലത്തെ AEO കൺസേൺഡ്, ആ പ്രൈമറി സ്കൂളുമായി ബന്ധപ്പെട്ട AEO അവിടെ ക്യാഷ് വിഡ്രോ ചെയ്യേണ്ടത്, റെന്റിന് വേണ്ടി, വാടകയ്ക്ക് വേണ്ടിയിട്ടുള്ളത്. അടുത്തത് ഫോമാണ് 23. അടുത്തത്, മാർച്ച് 31 ശേഷം ഗവൺമെന്റിന്റെ നിയമങ്ങൾക്ക് കീഴിൽ കാലഹരണപ്പെടുന്ന ആ വർഷത്തെ നിക്ഷേപങ്ങളുടെയോ ബാലൻസുകളുടെയോ ഒരു ലിസ്റ്റ് TA 36 ആർക്ക് സമർപ്പിക്കണമെന്നാണ് ചോദ്യം. അക്കൗണ്ടന്റ് ജനറൽ സമർപ്പിക്കണം. മാർച്ച് 31 ശേഷം ഗവൺമെന്റിന്റെ നിയമങ്ങൾക്ക് കീഴിൽ അത് ലാപ്സ് ആകുന്ന ആ വർഷത്തെ നിക്ഷേപവും ഡിപ്പോസിറ്റ് ഓർ ബാലൻസിന്റെ ഒരു ലിസ്റ്റ് AGK അക്കൗണ്ടന്റ് ജനറലിന് സമർപ്പിക്കണം. ഓക്കെ, അടുത്ത ചോദ്യം. ഒരു കണ്ടിൻജന്റ് ബിൽ ഒരു സ്വകാര്യ കക്ഷിക്ക് അംഗീകാരം നൽകുമ്പോഴെല്ലാം
ഒരു ഡ്രോയിങ് ഓഫീസർ ബില്ലിൽ ഒപ്പിടുന്നതിന് മുമ്പ് ബില്ലിന്റെ ബോഡിയിൽ കക്ഷിയുടെ ഡാഷ് വാങ്ങണം. അതായത് ബില്ലിൽ ഒപ്പിടുന്നതിന് തൊട്ട് മുമ്പെങ്കിലും അദ്ദേഹത്തിന്റെ എന്ത് വാങ്ങണമെന്ന മാതൃകാ ഒപ്പ് വാങ്ങണം എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്താണ് കണ്ടിൻജന്റ് ബില്ല്? ഞാനിപ്പോൾ പറഞ്ഞതാണ് കണ്ടിൻജന്റ് ബില്ല്. കണ്ടിൻജന്റ് ബില്ല് എന്ന് പറഞ്ഞാൽ സർക്കാർ ഓഫീസുകളിലെ ദൈനംദിന നടത്തിപ്പിനായുള്ള ചെലവുകൾ, പേപ്പർ, സ്റ്റേഷനറി, കറണ്ട് ചാർജ് എന്നിവയൊക്കെ എഴുതി മാറുന്നതിനുള്ള ഒരു ബില്ലാണ് ഈ കണ്ടിൻജന്റ് ബില്ല്. അപ്പോൾ അത് കൂടാതെ ഇനിയുള്ള ഒരു വാക്ക് എൻഡോഴ്സ്മെന്റ് എന്നാണ്. എൻഡോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ സർക്കാർ ഓഫീസിലേക്ക് കിട്ടേണ്ട പണം നേരിട്ട് ഒരു സ്വകാര്യ വ്യക്തിക്കോ സ്ഥാപനത്തിനോ, ഉദാഹരണത്തിന് നമ്മൾ പറഞ്ഞ ഒരു പ്രസ്സിൽ നിന്ന് പ്രിന്റ് ചെയ്ത സാധനങ്ങൾ, പേപ്പറും അതൊക്കെ നമ്മൾ മേടിച്ചു, ആ കടയുടമയ്ക്ക് ബില്ല് എൻഡോഴ്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൽ ബില്ലിൽ ആ ഉത്തരവ് എഴുതി നൽകുന്നതിനെയാണ് ഇനിയാക്ക് എൻഡോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ എൻഡോഴ്സ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ മാതൃകാ ഒപ്പ് അവിടെ ഇടണം. അപ്പോൾ അത് നമ്മൾ ക്യാഷ്, ട്രഷറിയിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യുന്ന സമയത്ത്, അല്ലെ ബാങ്കിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ ഈ പ്രൈവറ്റ് പാർട്ടി വീണ്ടും ഒപ്പിട്ട് കൊടുക്കണം. അപ്പം നമ്മൾ സാധാരണഗതിയിൽ, ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോഴുള്ള കാര്യങ്ങളല്ല ഇതൊന്നും. കണ്ടിൻജന്റ് ബില്ലൊക്കെ വരുമ്പോൾ നമ്മളൊരു ബില്ലിൻ്റെ പുറത്ത് അവിടുത്തെ ഡ്രോയിങ് ഓഫീസർ എഴുതി റെസീവ്ഡ് എ സം ഓഫ് 5000 വേർഡ്സിൽ എഴുതി 5000 ഓൺലി ബീയിങ് കണ്ടിൻജന്റ് ബിൽ ഫോർ ദ ഇയർ എന്നൊക്കെ പറഞ്ഞിട്ട് റെസീറ്റ് അവിടുത്തെ സ്ഥാപന മേധാവി ഒപ്പിട്ടു. അതിനുശേഷം അടിയിൽ ഈ ഡ്രോയിങ് ഓഫീസർ എഴുതുകയാണ്, പ്ലീസ് പേ ദ എമൗണ്ട് ടു ശ്രീ ഗംഗാധരൻ, മാനേജർ പ്രിന്റിംഗ് പ്രസ്, പ്രിന്റിംഗ് പ്രസ്. എമൗണ്ട് വീണ്ടും എഴുതണം. 5000 ബ്രാക്കറ്റിൽ 5000, 5000 എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ 5000 ടു ഇന്നത് മാനേജർ, ഇന്ന പ്രസ് ഓണർ, പ്രിന്റിംഗ് പ്രസ് ഓണർ, ഇന്ന സ്ഥലം എന്നൊക്കെ എഴുതി. ഹൂ സിഗ്നേച്ചർ ഈസ് അറ്റസ്റ്റഡ് ബിലോ എന്ന് പറഞ്ഞാൽ അദ്ദേഹം എഴുതിയിരിക്കാൻ ഡ്രോയിങ് ഓഫീസർ ഇത് എഴുതുന്നത് ഹൂ സിഗ്നേച്ചർ ഈസ് അറ്റസ്റ്റഡ് ബിലോ, ഇദ്ദേഹത്തിന്റെ ഒപ്പ് താഴെ സാക്ഷ്യപ്പെടുത്തുന്നു. എന്നിട്ട് അദ്ദേഹം അടിയിൽ ഒപ്പിടും. ഈ പ്രൈവറ്റ് പാർട്ടി പ്രിന്റിംഗ് പ്രസ് ഉടമ അടിയിൽ ഒപ്പിടുന്നു. അതിൻ്റെ അടിയിൽ ഈ ഡ്രോയിങ് ഓഫീസർ എന്തിടുന്നു? സിഗ്നേച്ചർ അറ്റസ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് ഈ ഡ്രോയിങ് ഓഫീസറും ഈ പ്രൈവറ്റ് പാർട്ടിയുടെ സൈൻ ഒപ്പിട്ടിട്ട് അയാൾക്ക് ഈ ബില്ല് അംഗീകരിച്ച് കൊടുത്തിരിക്കുക, എൻഡോഴ്സ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. പിന്നെ അയാൾ കൊണ്ടുപോയിട്ട് അയാൾക്ക് കാശ് വാങ്ങാം. അതാണ് ആ എൻഡോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് വേണം? ഇയാൾ ബില്ലിന്റെ പുറത്ത് ഇയാളുടെ ഒരു മാതൃക ഒപ്പ്, സ്പെസിമെൻ സിഗ്നേച്ചർ ഉണ്ടായിരിക്കണം. അത് ഈ ഡ്രോയിങ് ഓഫീസർ അറ്റസ്റ്റ് ചെയ്തിട്ടും ഉണ്ടായിരിക്കണം. ഇങ്ങനെയാണ് ആ എൻഡോഴ്സ് ചെയ്യുന്ന കാര്യം. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത്തിരി കഷ്ടപ്പാടല്ലേ? എന്നാലും ഇതൊക്കെ ഓരോരോ പ്രൊസീജിയറുകളാണ്. അത് നമ്മൾ ഈ ഒരു സ്ഥാപനത്തിലെ ബില്ലുകൾ, എസ്റ്റാബ്ലിഷ്മെന്റ് പേ ബില്ലൊക്കെ മുൻകാലങ്ങളിൽ OMR എടുത്ത് കൊടുത്തു വിടുമ്പോൾ ഇതുപോലെ എഴുതണം. ആദ്യം ഒരു റെസീറ്റ്, ഒരു പാരഗ്രാഫ് ഇടണം. റെസീവ്ഡ് ഇന്ന റുപ്പീ ബീങ് ദ പേ, എസ്റ്റാബ്ലിഷ്മെന്റ് പേ ബിൽ ഓഫ് മാർച്ച് 2026 എന്നെഴുതി ഒപ്പിട്ട് അടിയിൽ എഴുതണം, പ്ലീസ് പേ ദ എമൗണ്ട് ടു ശ്രീ ഇന്നയാൾ എന്നൊക്കെ പറഞ്ഞ് അയാളുടെ ഈ ബില്ല് കൊണ്ടുപോയിട്ട് ക്യാഷ് മാറാൻ വരാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ആളുടെ സിഗ്നേച്ചർ അറ്റസ്റ്റ് ചെയ്യണം. ഓക്കെ, കൂടുതൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ബോറാവും. അടുത്ത ചോദ്യം, ഒരു ഓഫീസിന് ആവശ്യമായ തപാൽ സ്റ്റാമ്പുകൾ, സർവീസ് പോസ്റ്റേജ് സ്റ്റാമ്പുകൾ ആരിൽ നിന്നാണ് വാങ്ങേണ്ടത്? സർവീസ് പോസ്റ്റേജ് സ്റ്റാമ്പുകളാണ് കേട്ടോ. The service postage stamps required for an office shall be purchased from which of the following? അത് ഹെഡ് പോസ്റ്റ് ഓഫീസിൽ നിന്നാണ് മേടിക്കേണ്ടത്. നിരവധി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന ചോദ്യമാണ് കേട്ടോ ഇത്. സർവീസ് പോസ്റ്റേജ് സ്റ്റാമ്പ് എവിടെ നിന്ന് വാങ്ങുന്നു? ഹെഡ് പോസ്റ്റ് ഓഫീസിൽ നിന്ന് വാങ്ങുന്നു എന്നാണ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം ഫോമാണ്, വിട്ടു. അടുത്ത ചോദ്യം, സർക്കാർ ഹൈസ്കൂളിലേക്ക് ശമ്പളം വിതരണം ചെയ്യുന്ന ഉദ്യോഗസ്ഥനാരാണ്? സർക്കാർ ഹൈസ്കൂളിൽ അവിടുത്തെ ഹെഡ്മാസ്റ്റർ വിതരണം ചെയ്യുന്നു. ഹെഡ്മാസ്റ്റർ സർക്കാർ ഹൈസ്കൂളിലാണെങ്കിൽ അവിടുത്തെ ഹെഡ്മാസ്റ്റർ ആണ് ഡ്രോയിങ് ഓഫീസർ, അത് ഓഫീസ് മേധാവിയാണ്. ഗവൺമെൻറ് ഹൈസ്കൂളാണെങ്കിൽ അത് ഗസറ്റഡ് ഓഫീസറാണ്, അയാൾ ഓഫീസ് മേധാവിയാണ്, അയാൾ DDO കൂടിയാണ്.
ഡ്രോയിങ് ആൻഡ് ഡിസ്ബേഴ്സിംഗ് ഓഫീസർ കൂടിയാണ്. അദ്ദേഹമാണ് അവിടെ ശമ്പളം വിതരണം ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ. ഓക്കെ, അടുത്തതൊന്ന് കേൾക്കണേ. നിരവധി ക്വസ്റ്റ്യൻ പേപ്പറിൽ നടക്കുന്ന കേരള അക്കൗണ്ട് കോഡിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അടുത്തത്. ശ്രദ്ധിച്ചോ. ഒരു ബാങ്കിങ് ട്രഷറിയിൽ നടക്കുന്ന കേൾക്കണേ, ഒരു ബാങ്കിങ് ട്രഷറിയിൽ നടക്കുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റുകളുടെ ഇടപാടുകളുടെ നെറ്റ് ക്രെഡിറ്റോ ഡെബിറ്റോ ഡാഷ് ഹെഡിലേക്ക് കൊണ്ടുപോകും. The net credit or debit of the transactions of a central government occurring at a banking treasury will be taken to the head. ഏത് ഹെഡിലേക്കാണ് കൊണ്ടുപോവുക എന്ന് ചോദിച്ചാൽ റിസർവ് ബാങ്ക് ഡെപ്പോസിറ്റ് സെൻട്രൽ. എന്താണ് റിസർവ് ബാങ്ക് ഡെപ്പോസിറ്റ് സെൻട്രൽ? റിസർവ് ബാങ്ക് ഡെപ്പോസിറ്റ് സെൻട്രൽ എന്നതാണ് ആ ഹെഡ്. അപ്പോൾ ഒരു ബാങ്കിങ് ട്രഷറിയിൽ നടക്കുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ ഇടപാടുകൾ അതേതോ ആയിക്കോട്ടെ, ഡെബിറ്റ് ആയിക്കോട്ടെ, ക്രെഡിറ്റ് ആയിക്കോട്ടെ, അത് ഏത് ഹെഡിലേക്കാ പോകുന്നത് ചോദിച്ചാൽ ഇതാണ് ആൻസർ. എന്ത്? റിസർവ് ബാങ്ക് ഡെപ്പോസിറ്റ് സെൻട്രൽ. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കണേ. ഓക്കെ, ഹൂ ഈസ് റെസ്പോൺസിബിൾ ടു മേക്ക് റീഫണ്ട്സ് ഓഫ് ലാൻഡ് റവന്യൂ? ഹൂ ഈസ് റെസ്പോൺസിബിൾ ടു മേക്ക് റീഫണ്ട്സ് ഓഫ് ലാൻഡ് റവന്യൂ? ഭൂനികുതികൾ തിരിച്ചു കൊടുക്കാൻ അധികാരമുള്ളത് ആർക്കാണ്? അതെങ്ങനെ ഭൂനികുതി അധികം വരിക? നമുക്കൊരു 2 ഏക്കർ സ്ഥലമുണ്ട്. ആ 2 ഏക്കർ സ്ഥലത്തിന് നമ്മൾ നികുതി അടച്ചു. ഇത് നിരവധി തവണ വന്നിട്ടുള്ള ചോദ്യം കേട്ടോ. നികുതി അടച്ചു. ഞാൻ 500 അടയ്ക്കാൻ പറഞ്ഞത് ഓൺലൈൻ പോർട്ടലിൽ വെച്ച് അടച്ചപ്പോൾ 1500 ആയിപ്പോയി. അപ്പം നമുക്ക് 1000 രൂപ അധികമായിട്ട് നമ്മൾ അയച്ചു. അങ്ങനെയെങ്കിൽ ഈ നികുതി ചീട്ടും ആ നികുതി അടച്ച റെസീറ്റും നമ്മുടെ ഒരു അപേക്ഷയും ഇന്ന പോലെ അടച്ചുപോയി എന്നൊക്കെ അപേക്ഷയായിട്ട് ഈ പിന്നെ അപേക്ഷയെല്ലാം കൂടി വില്ലേജ് ഓഫീസർക്ക് കൊടുത്താൽ വില്ലേജ് ഓഫീസർ അതെല്ലാം വെരിഫൈ ചെയ്ത് താലൂക്കിലേക്ക് കൊടുക്കും. ആ താലൂക്കിൽ ഇത് ആരാ ഉത്തരവാദി ഇത് തിരിച്ചു കിട്ടും നമുക്ക് 1000 രൂപ. 500 രൂപ യഥാർത്ഥത്തിൽ അടയ്ക്കേണ്ടതുള്ളൂ, 1500 നമ്മൾ അടച്ചുപോയി. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ തിരിച്ചു തരേണ്ട ഉത്തരവാദിത്വം റവന്യൂ ഇൻസ്പെക്ടർക്കാണ്. റവന്യൂ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് ഒരു താലൂക്കിലെ ഒരു പോസ്റ്റാണ്, റവന്യൂ ഇൻസ്പെക്ടർ. ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യം. ആരാണ് ഇതിൻ്റെ റീഫണ്ട് ഓഫ് ലാൻഡ് റവന്യൂവിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ്? അത് റവന്യൂ ഇൻസ്പെക്ടർക്കാണ്. അടുത്ത ചോദ്യം, ട്രഷറിയിൽ നിന്നുള്ള നിക്ഷേപം തിരിച്ചടയ്ക്കുന്നതിന് കോടതി പുറപ്പെടുവിക്കുന്ന എല്ലാ ഉത്തരവുകളും ഏത് ഭാഷയായിരിക്കും? റീപേയ്മെന്റ് ഓഫ് ഡിപ്പോസിറ്റ്, അത് ഇംഗ്ലീഷിലായിരിക്കും. ഈ ചോദ്യവും ഒരുപാട് തവണ വന്നതാണ്. അടുത്ത ചോദ്യം ദാ വരുന്നു, എന്നും ചോദിക്കുന്ന ഒരു ചോദ്യം. ചാരിറ്റബിൾ എൻഡോവ്മെന്റിന്റെ ട്രഷറർ ആരാണ്? ഹൂ ഈസ് ദ ട്രഷറർ ഓഫ് ചാരിറ്റബിൾ എൻഡോവ്മെന്റ്? നമുക്ക് നിരവധി തവണ ഒരുപാട് എല്ലാ ചോദ്യപേപ്പറിലും ഉള്ളതാണ്, തെറ്റാൻ സാധ്യതയുള്ളതോ. അതായത് ഡയറക്ടർ ഓഫ് സ്റ്റേറ്റ് ഓഡിറ്റ്. ഡയറക്ടർ ഓഫ് സ്റ്റേറ്റ്, അത് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് എന്ന് അതിന് പറയും. അതായത് സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡാണ്, ഡയറക്ടറാണ് ഇതിന്റെ ചാരിറ്റബിൾ എൻഡോവ്മെന്റ്സിന്റെ ട്രഷറർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, വനം വകുപ്പിൽ മലയാളം ചോദ്യം കണ്ടാലേ ഇവരെങ്ങനെയൊക്കെയോ മലയാളീകരിച്ചതാണ്. വനം വകുപ്പിൽ ആത്മാർത്ഥമായി പണം നിക്ഷേപിക്കാൻ ഉത്തരവിടാൻ ആർക്കാണ് അധികാരമുള്ളതെന്ന ചോദ്യം. ആ മലയാളീകരിച്ചത് തെറ്റാണ്, അതുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷിലേക്ക് പോകാം. ഹൂ ഹാസ് ദി പവർ ടു ഓർഡർ ദ പേയ്മെന്റ് ഓഫ് ഏർണസ്റ്റ് മണി ഡിപ്പോസിറ്റ് ഇൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്? ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് ഒരു ലേലം വിളിക്കാൻ വേണ്ടി, ഒരു തേക്കിന്റെ ലേലം ആയിക്കോട്ടെ, നിലമ്പൂർ ഒരു തേക്ക് ലേലത്തിൽ വിളിക്കാൻ വേണ്ടി പാർട്ടികൾ എടുത്തുനിന്ന് അപേക്ഷ ക്ഷണിച്ചു. അപ്പോൾ ഈ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് അവരൊരു പണം കെട്ടിവെക്കണം. അതിന് ഏണസ്റ്റ് മണി ഡിപ്പോസിറ്റ് എന്നാ പറയുന്നത്. ആ പണം നമുക്ക് പിന്നീട് തിരിച്ചു കിട്ടും. ഈ ലേലം വിളിക്കാൻ വേണ്ടി നമ്മൾ പങ്കെടുക്കാൻ പണം, അതിന് നിരതദ്രവ്യം എന്നൊക്കെ മലയാളത്തിൽ പറയും. ആ പണം കെട്ടിവെച്ചു, അത് നമ്മൾ സർക്കാർ റവന്യൂവിലേക്ക് വരവ് കൂട്ടും. അതിനുശേഷം റവന്യൂ ഡിപ്പോസിറ്റ് ആയിട്ടാണ് അത് വരവ് വെക്കുന്നത്. അതിനുശേഷം അത് തിരിച്ചു കൊടുക്കും. ഇതെല്ലാം കഴിഞ്ഞ് എല്ലാ ലേലത്തിലും പങ്കെടുക്കുന്നയാൾക്ക് മുഴുവൻ ലേലത്തിൽ കിട്ടണമെന്നില്ലല്ലോ, അപ്പോൾ അത് തിരിച്ചു കൊടുക്കും. അത് തിരിച്ചു കൊടുക്കാൻ ഉത്തരവിടാൻ അധികാരമുള്ളത് വനം വകുപ്പിലെ ഉദ്യോഗസ്ഥൻ ആരെന്ന ചോദ്യം എത്രയോ തവണ ചോദിച്ച ചോദ്യമാണ്. ആരാണ്? DFO. DFO എന്ന് പറഞ്ഞാൽ ആരാണ്? ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ ആണ് അതിൻ്റെ ഉത്തരവാദിത്തം. അടുത്ത ഫോമാണ്.
അടുത്ത ചോദ്യം, ഒരു കണ്ടിൻജന്റ് ബില്ലിലെ അംഗീകാരത്തിന്റെ തീയതി കഴിഞ്ഞ് എത്ര മാസങ്ങൾക്ക് ശേഷം അവസാനിക്കും? 3 മാസമാണ് കേട്ടോ. ഒരു കണ്ടിൻജന്റ് ബില്ല് പിന്നെ എൻഡോസ് ചെയ്ത് കഴിഞ്ഞാൽ 3 മാസം കഴിഞ്ഞാൽ അത് ലാപ്സ് ആവും. അത് ശ്രദ്ധിച്ചോണം. ഇനി അടുത്ത ചോദ്യം, അടുത്ത ഫോമാണ്. വീണ്ടും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗസറ്റഡ് സർക്കാർ ഉദ്യോഗസ്ഥൻ കാരണം അക്കൗണ്ടന്റ് ജനറൽ മുൻകൂട്ടി പരിശോധിച്ച ബില്ലായ ഫീസ്, ഓണറേറിയ തുടങ്ങിയവ അംഗീകാരം ലഭിച്ച തീയതിക്ക് ശേഷം ട്രഷറിയിൽ ഹാജരാക്കിയാൽ നൽകേണ്ടതില്ല. അതായത് ഒരു മുൻകൂട്ടി പരിശോധിച്ച ബില്ല്, അപ്പോൾ അതില് AG ഓതറൈസ് ചെയ്തിട്ടുണ്ടാവും. ആ AG ആണ് അക്കൗണ്ടന്റ് ജനറൽ മുൻകൂട്ടി പരിശോധിച്ച ഒരു ബില്ലാണെങ്കിൽ അത് AG ഓതറൈസ് ചെയ്തിട്ടുണ്ടാവും. ആ ഓതറൈസേഷൻ ഒരു ഡേറ്റും ഉണ്ടാവും. ആ ഡേറ്റിന് ശേഷം 3 മാസത്തിനുള്ളിൽ ട്രഷറിയിൽ ഹാജരാക്കിയില്ലെങ്കിൽ അതിന് പണം നൽകേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ ആ പീരീഡ് ഓതറൈസേഷൻ കഴിഞ്ഞിട്ട് 3 മാസത്തിനുള്ളിൽ പണമാക്കി മാറ്റിയിരിക്കണം. അടുത്ത ചോദ്യം, ഒരു മരിച്ച who is responsible to pay the claims of a deceased government servant? മരണപ്പെട്ട ഒരു ഉദ്യോഗസ്ഥന്റെ ക്ലെയിമുകൾ അടയ്ക്കാൻ ആരാണ് ഉത്തരവാദി എന്ന് എവിടെ ചോദിച്ചത്? അത് മലയാളീകരിക്കുമ്പോൾ ഉള്ള ഒരു കുഴപ്പമാണ്. മരണപ്പെട്ട ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ ക്ലെയിമുകൾ കൊടുക്കാൻ. അപ്പോൾ മരണപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥന് ചിലപ്പോൾ മരണപ്പെടുന്ന സമയത്ത് ശമ്പള കുടിശ്ശിക ഉണ്ടാവും. അതേപോലെ മറ്റെന്തെങ്കിലും കുടിശ്ശികകളൊക്കെ ഉണ്ടെങ്കിൽ അത് ആർക്ക് കൊടുക്കണം? അദ്ദേഹത്തിന്റെ അനന്തരാവകാശികൾക്ക് കൊടുക്കണം. അത് കൊടുക്കേണ്ടത് ആരാ? ഈ മരണപ്പെട്ട ഉദ്യോഗസ്ഥൻ അവസാനം ജോലി ചെയ്ത ഓഫീസിലെ ഓഫീസ് മേധാവിയാണ്. അവസാനം ജോലി ചെയ്ത ഓഫീസിലെ ഓഫീസ് മേധാവിയാണ് അതൊക്കെ കൊടുക്കേണ്ടത്. അടുത്ത ചോദ്യം ഇതാണ്, ക്യാഷ് ഓർഡർ എപ്പോ ലാപ്സ് ആവും? ക്യാഷ് ഓർഡർ ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരു മണി ടൂളാണ് ഈ ക്യാഷ് ഓർഡർ എന്ന് പറയുന്നത്. ചെക്ക് പോലെയുള്ള സാധനമാണ് ക്യാഷ് ഓർഡർ. ക്യാഷ് ഓർഡറിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ പണം മുൻകൂട്ടി അടച്ചിട്ട് എടുക്കുന്ന ഒരു സാധനം. അത് ഡിമാൻഡ് ഡ്രാഫ്റ്റ് പോലെയുള്ള ഒന്നാണ് ക്യാഷ് ഓർഡർ. ആ ക്യാഷ് ഓർഡർ ചെക്ക് പോലെയല്ല. ചെക്ക് മടങ്ങാൻ സാധ്യതയുണ്ട്, പക്ഷെ ക്യാഷ് ഓർഡർ മടങ്ങിയല്ല, പണം കിട്ടും, ഉറപ്പാണ്. അപ്പൊ പണത്തിന് പകരമായിട്ട് കൊടുക്കുന്ന ഒരു സംഭവമാണ് ഈ ക്യാഷ് ഓർഡർ. അതിന്റെ കാലാവധി എന്ന് പറയുന്നത് ക്യാഷ് ഓർഡർ എടുത്തതിന് ശേഷം ഇഷ്യൂ ചെയ്ത തീയതി മുതൽ 3 മാസമാണ്. അടുത്ത ചോദ്യം ഫോമാണ്, അടുത്ത അപ്പൻഡിക്സ് ആണ്. വീണ്ടും 44, പൊതുമരാമത്ത് വകുപ്പ്, അടുത്തതും ഫോമാണ്, വിട്ടു, ഫോമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ട്രഷറി ഓഫീസർ ഒരു സ്ഥാപനത്തിന് ഒരേ സമയം എത്ര ട്രഷറി ബിൽ ബുക്കുകൾ നൽകാം? ഒരു സ്ഥാപനത്തിന് ഒരേ സമയത്ത് ഒരു ട്രഷറി ബിൽ ബുക്ക് മാത്രമേ നൽകാൻ പാടുള്ളൂ. അടുത്ത ചോദ്യം ഫോമാണ്. ഫോം ഒരുപാടുണ്ട്, അപ്പൊ ഈ ചോദ്യ പേപ്പർ കിട്ടുന്നവര് പെട്ടെന്ന് രക്ഷപ്പെടും. ഫോംസ് ആണ് അധികം. 47ാമത്തെ ചോദ്യം, ട്രഷറി ബിൽ ബുക്ക് നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് അന്വേഷണം ആരംഭിക്കുന്നതിനും അതിന്റെ നഷ്ടത്തിന്റെ ഉത്തരവാദിത്വം നിർണ്ണയിക്കാനും ആരാണ് ഉത്തരവാദി? അത് സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യം കേട്ടോ. അത് ഡ്രോയിങ് ഓഫീസറാണ്. ട്രഷറി ബിൽ ബുക്ക് ആരുടേതാ? സ്ഥാപനത്തിൻ്റെതാണ്. ബന്ധപ്പെട്ട ഏതോ സ്ഥാപനത്തിൻ്റെതാണ്. അപ്പോൾ ആ സ്ഥാപനത്തിലുള്ള ഡ്രോയിങ് ഓഫീസറാണ് ഈ ട്രഷറി ബിൽ ബുക്ക് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിനെപ്പറ്റി അന്വേഷണം നടത്തുന്നതും ആ നഷ്ടത്തിന്റെ ഉത്തരവാദിത്വം ആരാണെന്നൊക്കെ തീരുമാനിക്കേണ്ടതൊക്കെ ആരാണ്? ഈ ഡ്രോയിങ് ഓഫീസറാണ്. ഓക്കെ, അടുത്തത് ഫോമാണ്. അടുത്തത് ചോദ്യം, ട്രഷറിയിലേക്കും ബാങ്കിലേക്കും മെസ്സഞ്ചർ വഴി അയക്കുന്ന ബില്ലുകൾ, മെസ്സഞ്ചർ എന്ന പേരിൽ ആർക്കാണ് അംഗീകാരം നൽകുക? ആരാണിത് അംഗീകരിക്കേണ്ടത്? ബിൽ സെൻഡ് ത്രൂ മെസ്സഞ്ചേഴ്സ് ടു ദ ട്രഷറി ആൻഡ് ദ ബാങ്ക് ഷുഡ് ബി എൻഡോസ്ഡ് ബൈ ഹും ഇൻ ദ നെയിം ഓഫ് മെസ്സഞ്ചർ. ആ മെസ്സഞ്ചറുടെ പേരിൽ എൻഡോഴ്സ് ചെയ്യേണ്ടത് ആരാണ്? അപ്പോൾ ഒരു ബില്ല് ഡ്രോ ചെയ്യാനുള്ള പരമാധികാരി എന്ന് പറയുന്നത് ഡ്രോയിങ് ഓഫീസറാണ്, അല്ലേ? DDO ആണ്. അത് എല്ലാ സ്ഥാപനത്തിലും DDOമാരുണ്ടാവും. അപ്പോൾ ആ ഡ്രോയിങ് ഓഫീസറാണ് ഒരു ബില്ല് ഡ്രോ ചെയ്യേണ്ടത്. അപ്പോൾ വേറൊരാളെ മെസ്സഞ്ചർ വഴി ഒരു ബില്ല് സമർപ്പിക്കുകയാണെങ്കിൽ ഓഫീസിലുള്ള ഒരു OA വഴിക്ക് ഒരു ബില്ല് കൊണ്ടുപോകണം. അപ്പോൾ OA ആരാ അവിടെ? OA മെസ്സഞ്ചറാണ്. ആ മെസ്സഞ്ചർ വഴി കൊണ്ടുപോകുമ്പോഴും ഈ ബില്ല് മെസ്സഞ്ചറുടെ പേരിൽ എൻഡോഴ്സ് ചെയ്യണം. അതാരാ ചെയ്യേണ്ടത്? അത് ഡ്രോയിങ് ഓഫീസർ തന്നെ എൻഡോഴ്സ് ചെയ്യണം.
മെസ്സഞ്ചറുടെ പേരിൽ ബില്ല് എൻഡോസ് ചെയ്യേണ്ടത് ആരാണ്? ഡ്രോയിങ് ഓഫീസറാണ്. ഓക്കെ. 50ാമത്തെ ചോദ്യം വീണ്ടും ഫോറമാണ്. ഫോറത്തിന്റെ ഒരു കളിയാണ്. അപ്പൊ ഫോമുകൾ കൂടുതൽ വരുമ്പോൾ നമുക്ക് ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യാം. എന്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? എപ്പോഴും ഫോം എന്ന് പറയുന്നത് ഫോമിൽ 4 ഓപ്ഷൻ ഉണ്ടാവുക. ഫോം ഇപ്പോൾ ട്രഷറി TR വരുന്ന ഫോമാണ് 114 എണ്ണം വരിക. അപ്പോൾ ഒന്നുകിൽ നമ്മൾ ഈ 4 ഓപ്ഷൻ നോക്കിയിട്ട് അങ്ങോട്ട് പോവാം ഉത്തരം കണ്ടുപിടിക്കാൻ. ഈ 114 ഫോമും നോക്കി അതിലേതാണ് ഇപ്പോൾ രജിസ്റ്ററിന്റെ ഫോം ഏതാന്ന് നോക്കി കണ്ടുപിടിക്കൽ വലിയ പാടാവും. അപ്പം നമ്മൾ എന്താ എവിടെ ചോദിച്ചിരിക്കുന്നത്? TA7A, TR7A, TR17, TR11, TR18. അപ്പം നോക്കി തുടങ്ങുക. TR7A എന്താണ്? ഈ പറഞ്ഞാണോ? അല്ല. TR11 ഏതാണ്? ഇതല്ല. TR17 ഏതാണ്? ഇതല്ല. TR18 കിട്ടിയ ഉത്തരം. അപ്പൊ എത്ര സമയം എടുത്തു? 1 മിനിറ്റ് എടുക്കുന്നില്ല. ഒരു ഫോറം നോക്കാൻ വേണ്ടി 1 മിനിറ്റ്. അത് ഓപ്ഷനിൽ നിന്ന് നമ്മൾ പോകണം, അങ്ങോട്ട് പോകണം. അപ്പം 4 എണ്ണം നമ്മൾ നോക്കിയാൽ മതി. ചിലപ്പോൾ ആദ്യത്തെ തന്നെ കിട്ടിയാൽ 4 നോക്കണ്ട, ഉത്തരായി. ഓക്കെ. അപ്പോൾ ഡിസ്കഷൻസ് കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. പിന്നെ KTC എല്ലാവരും പാസ്സാകുന്ന ടൈപ്പിലാണ്. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമാണ് ഞാൻ കുറേ നേരം ഡിസ്കസ് ചെയ്തതിൽ ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമാണ് ടഫ് ക്വസ്റ്റ്യൻ എന്ന് എനിക്ക് തോന്നിയത്. അത് ലോവർ പേപ്പറിൻ്റെ ആയിരുന്നു. ഓക്കെ. എല്ലാം ഭാഗ്യം പോലെ റെഡി. എന്നാലും ശ്രദ്ധിച്ച് ഫോമും എല്ലാം വളരെ ഈ ഡിസ്കഷനൊക്കെ കേട്ട് ഒരുപാട് ചോദ്യങ്ങളുടെ ആൻസറുകൾ നിങ്ങൾ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ ഇപ്പം മനസ്സിലേക്ക് വരുന്നുണ്ടാവും. അപ്പോൾ അത് വരും. നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്താൽ ഒരു 50 മാർക്ക് 60 മാർക്ക് ഒന്നും കിട്ടാൻ ഒരു ബുദ്ധിമുട്ടില്ല. ഓക്കെ. കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.